സർ, എന്താണ് ഈ KSRTC ഇന്ന് നഷ്ടത്തിലോടുന്നത്? ഈ KSRTC നഷ്ടത്തിലോടുന്ന പറഞ്ഞാൽ കൺസെപ്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റാ. കാരണം സർവീസ് മേഖല നഷ്ടത്തിലാവണമെന്ന് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ട് എന്ന് വെച്ചാൽ ദേശസാൽകൃത റൂട്ടുകളിൽ വർഷങ്ങളായിട്ട് അമിതമായി ആയിരക്കണക്കിന് വാഹനങ്ങൾ ഈ റൂട്ടിലേക്ക് കുത്തി നിറച്ചാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അതിലൂടെ ഒരുപാട് ലേബേഴ്സ്, ഒരു വണ്ടിക്ക് ഒരുപാട് ലേബർ വേണം. അതുകൂടാതെ മിനിസ്ട്രിയൽ സ്റ്റാഫുകൾ, അതിനനുസരിച്ച് വർക്ക്ഷോപ്പുകളും ഒരു ഘട്ടത്തിൽ കടന്നു വന്നു. അതുകൂടാതെ ഒരു ഘട്ടത്തിൽ ഇവർ റിട്ടയർമെന്റ് വന്നപ്പോഴോ റിട്ടയർമെന്റിന് ഇവർക്ക് വീണ്ടും പെൻഷനും മറ്റുള്ള PF മറ്റുള്ള ആനുകൂല്യങ്ങളും വേറെയും കൊടുക്കണ്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ ദിവസവും പടുകുഴിയിലേക്ക് പോയിട്ട് എന്താ വെച്ചാൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അവർക്ക് തന്നെ ഇത് മനസ്സിലാവണല്ലോ, അതിന്റെ എക്കണോമി എന്താന്നുള്ള അവർക്ക് മനസ്സിലാവണം. ഇനി KSRTC എന്ന് പറഞ്ഞാൽ 1965 സ്ഥാപിച്ച അന്നത്തെ കൺസെപ്റ്റ് അല്ല ഇന്ന് ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞു. എല്ലാ വാതിലുകളും മലമാർക്ക് എല്ലാവർക്കായിട്ട് തുറന്നിട്ട് കൊടുത്തേക്കുക. ഇവിടെ മാത്രം ഇത് കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നഷ്ടത്തിന് മേലെ നഷ്ടം വന്ന് വീണ്ടും അടുത്ത തലമുറയ്ക്കുള്ള നഷ്ടത്തിന് വരെ വരുത്താനുള്ള വഴികളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല വീണ്ടും ബസ്സുകൾ കടമെടുത്ത് വാങ്ങുകയാണ്. ഇതും ലോകബാങ്കിൽ നിന്ന് മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഇതിന്റെ പലിശയും ഈ ലോസും കൂടി ജനങ്ങളുടെ അടുത്ത കൊല്ലം ബഡ്ജറ്റിൽ ഇത് വീണ്ടും ടാക്സ് ആയിട്ട് അവർ രൂപത്തിൽ വരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കൂടുതൽ നശിച്ചിട്ട് കാര്യമില്ല, പറ്റുന്നില്ലെങ്കിൽ മാറി നിൽക്കുക.